എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു എറണാകുളം സ്റ്റൈൽ മീൻകറിയാണ് വയ്ക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് 7 കൊച്ചുള്ളി, 3 പച്ചമുളക്, ഒരു പീസ് ഇഞ്ചി, 5 ഇതള് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില എടുക്കണം. നമ്മളിതൊക്കെ അരിയുന്നതിന് തൊട്ട് മുമ്പ് ഒരു ബൗളിനകത്ത് ഒരു 3-4 പീസ് പുളി എടുത്ത് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. കുറച്ച് ഉപ്പ് കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുക. ഈ പുളിവെള്ളമായിരിക്കും നമ്മൾ മീൻകറിയിൽ ചേർക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മീൻ ചട്ടിക്കകത്ത് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് ഉലുവ ചേർക്കാം. ഉലുവ പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കുറച്ച് നേരം വഴറ്റുക. അത് കഴിഞ്ഞിട്ട് കൊച്ചുള്ളിയും പച്ചമുളകും ഇട്ട് വഴറ്റുക. നമ്മളതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളത് വഴറ്റിക്കൊണ്ടിരിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളത് ലോ ഫ്ലെയിമിലായിരിക്കണം ഇത് വഴറ്റേണ്ടത്. അതിനുശേഷം കറിവേപ്പിലയും കുറച്ച് ഉപ്പും ചേർത്ത് ഇളക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, കൊച്ചുള്ളിയും പച്ചമുളകൊന്നും കരിയാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതിന് ശേഷമാണ് നമ്മൾ പൊടികളെല്ലാം ചേർക്കുന്നത്. മീൻകറിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് നാട്ടിൽ മീൻകറി ഉണ്ടാക്കുന്നതാണ്. സാധാരണ മീൻകറി ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറച്ച് പരിപ്പ് കറി ഉണ്ടാക്കും. കാരണം ചോറിൻ്റെ കൂടെ മീൻകറിയും പരിപ്പും ഒരു പപ്പടവും കൂടെ ചേർത്ത് കഴിക്കാൻ ഒരു പ്രത്യേക രസമാണ്. അതുപോലെ തന്നെ നമ്മൾ രാത്രിയാണ് എപ്പോഴും മീൻകറി ഉണ്ടാക്കുക. കാരണം അടുത്ത ദിവസം നമ്മളതിൽ കഴിക്കുമ്പോഴത്തേക്ക് ആ പുളിയൊക്കെ ഇറങ്ങി മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ എരിവുള്ള മുളക് പൊടി, 2.5 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം ചേർത്ത് നല്ലോണം വഴറ്റുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലായിരിക്കണം ഇത് വഴറ്റേണ്ടത്. കാരണം ഇത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ മീൻകറിക്ക് ഒരു സ്മോക്കി ഫ്ലേവർ വരും. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെറിയ ഫ്ലെയിമിൽ ഇത് വഴറ്റേണ്ടതാണ്. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർക്കുക. പുളിവെള്ളം ചേർത്ത് നല്ലോണം വഴറ്റുക. വഴറ്റിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. ഇവിടെ ഞങ്ങൾ 2 ബൗള് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർക്കുക. വെള്ളം ചേർത്ത് നല്ലോണം വഴറ്റി നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമ്മളത് മൂടി വയ്ക്കുക. തിളയ്ക്കുന്നത് വരെ നമ്മളത് മൂടി വയ്ക്കേണ്ടതാണ്. ഞങ്ങളിവിടെ അയലയാണ് മീൻകറിക്കായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ കറി തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെട്ടി വെച്ചിരിക്കുന്ന മീൻ ഇതിൽ ചേർക്കുകയാണ്.